ഇന്ന് ദക്ഷ എന്ന പേര് വെച്ചിട്ടാണ് കേട്ടോ കഥ പറയുന്നത്. ഒരു കാട്ടിലെ സുന്ദരനായ ഒരു മയിലുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു മയിലിനെ കാണാനായിട്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ മയിൽ ഒരു നല്ല നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചുറ്റും കുറേ കൂട്ടുകാർ നിന്നിട്ട് അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ആ നല്ല നൃത്തമാണല്ലോ, നീ നന്നായിട്ട് നൃത്തം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പ്രോത്സാഹിപ്പിച്ചു. ഇത് കേട്ടിട്ട് മയിലിന് കുറച്ച് ആവേശം കൂടിയിട്ട് അവൻ നല്ല ഉച്ചത്തിൽ പാട്ടും കൂടി പാടാൻ തുടങ്ങി. എന്നാൽ മയിലിൻ്റെ പാട്ട് കേട്ടുടനെ കണ്ടു നിന്ന കൂട്ടുകാരൊക്കെ അവനെ കളിയാക്കാൻ തുടങ്ങി. അയ്യേ, നിന്റെ സൗണ്ട് ഒട്ടും കൊള്ളില്ല, ഇത് എന്തൊരു പാട്ടാണ്, ഞങ്ങൾക്ക് കേട്ടിട്ട് തന്നെ ദേഷ്യം വരുന്നു എന്നൊക്കെ പറഞ്ഞു. കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന നമ്മുടെ സുന്ദരമയിലിനെ മരക്കൊമ്പിൽ ഇരുന്നിട്ട് ഒരു മൂങ്ങച്ചൻ കണ്ടു കേട്ടോ. മൂങ്ങച്ച ചോദിച്ചു, എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെട്ടു പോകുന്നതെന്ന്. നമ്മുടെ മൂങ്ങച്ചനോട് കൂട്ടുകാർ തന്നെ കളിയാക്കി കാര്യമൊക്കെ മയിൽ പറഞ്ഞു. എന്നിട്ട് അവൻ വീണ്ടും വീണ്ടും കരയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ നമ്മുടെ മൂങ്ങച്ചൻ പറഞ്ഞു, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? രാത്രികാലങ്ങളിലാണ് എനിക്ക് നന്നായിട്ട് കാഴ്ചയുള്ളത്. പക്ഷേ എന്നെ കണ്ണ് കാണാത്ത പൊട്ടൻ മൂങ്ങിന്നൊക്കെ എത്ര പേര് വിളിക്കുന്നുണ്ടെന്നറിയോ? തൻ്റെ കഴിവ് നൃത്തത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ മയിൽ ആ കൂട്ടുകാർ കളിയാക്കിയതിലുള്ള വിഷമമൊക്കെ മറന്നിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് തിരിച്ചു ചെന്ന് നന്നായിട്ട് നൃത്തം ചെയ്തു. കണ്ടുനിന്നവരൊക്കെ വീണ്ടും വീണ്ടും കൈയടിച്ച് മയിലിനെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോഴേക്കും നമ്മുടെ മൂങ്ങച്ചൻ അങ്ങോട്ടേക്ക് പറന്നു വന്നിട്ടോ. എന്നിട്ട് കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ അവനെ കളിയാക്കിയത്? ഇഷ്ടം കൊണ്ടാണ് അവൻ പാട്ട് പാടിപ്പോയത്. മറ്റുള്ളവർ ഇഷ്ടം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അവരെ കളിയാക്കാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മയിലിൻ്റെ ശബ്ദം? കേട്ടിട്ടില്ലെങ്കിലേ അമ്മമാരോട് പറഞ്ഞിട്ട് ഫോണിൽ നോക്കൂ കേട്ടോ.